വ്യൂവേഴ്സിന് നമസ്കാരം. ഇന്ന് ഞാനുള്ളത് ഈ കദളിവാഴ ഉണ്ട്. ഈ കദളിവാഴയുടെ 4 പുറം ശരിയാക്കിയിട്ട് 4 പുറം കദളിവാഴയുടെ 4 പുറം രണ്ടാമത്തെ ഇത് 4 പുറം വൃത്തിയാക്കുക. ചെത്തിയിട്ട് മണ്ണ് കൂട്ടിയിടുക. കദളിവാഴ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. കദളിപ്പഴം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. ചുവന്ന കൊലയിട്ട് ഉള്ളതാണത്. എല്ലാവരും കഴിക്കുന്ന നല്ല മധുരം ഉള്ളതാണ്, കാണാൻ ഭംഗിയാണ്. നമ്മളൊരു പാട്ടുണ്ട്, കദളിപ്പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ ചെപ്പോൾ ഓടി ഓടി ഓടിയെത്തിയ ഹനുമാനേ, രാമഭക്ത ഹനുമാനേ, ലക്ഷ്മണ ഭക്ത ഹനുമാനേ, കദളിപ്പഴങ്ങൾ വെച്ചിട്ടൊരു വിളിച്ചപ്പോൾ ഓടി ഓടി ഓടിയെത്തിയ ഹനുമാനേ. അതെ, നമ്മുടെ ഹനുമാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫലമാണ് നമ്മുടെ കദളിപ്പഴം. നമുക്ക് നോക്കാം എങ്ങനെയാണ് കദളിപ്പഴം, അതിൻ്റെ ഇലകൾ എങ്ങനെയാണെന്ന് നോക്കാം. കാണുന്നുണ്ട് അവിടെ ചുവന്ന കളർ. ഈ കാണുന്ന ചുവന്ന കളറാണ് ഈ കദളിപ്പഴത്തിൻ്റെ ഐഡൻറ്റിറ്റി. ഇതിങ്ങനെ ഉണ്ടെങ്കിലാണ് കദളിപ്പഴം എന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയുക. എല്ലാ വ്യൂവേഴ്സും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ലേ? ഇതാണ് കദളിപ്പഴത്തിൻ്റെ ഇലയുടെ അടിഭാഗത്ത് ചുവന്ന നിറമുണ്ടാകും. ഇതാണ് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ വഴി. ഞാൻ കൈക്കോട്ട് എടുത്ത് വന്നിട്ട്, കൈക്കോട്ട് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വ്യൂവേഴ്സിന് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. കൈക്കോട്ട് എടുത്തിട്ട് 4 പുറം നമുക്ക് ചെത്തിക്കോരിയിട്ട് മണ്ണ് കൂട്ടിയിടാം. നിങ്ങൾ കൈക്കോട്ട് എടുത്ത് വരട്ടെ. ഇതാണ് കൈക്കോട്ട്, കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇതാണ് കൈക്കോട്ട്. അതുകൊണ്ട് നമുക്ക് 4 പുറം ചുറ്റും കദളിപ്പഴത്തിന് 4 പുറം നമുക്ക് ചുറ്റും പുല്ല് ചെത്തി കൂട്ടിയിട്ട് ഇടാം. ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ 4 പുറത്തെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. വ്യൂവേഴ്സ്, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇങ്ങനെ 4 പുറം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ? ഇങ്ങനെ 4 പുറം വൃത്തിയാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ വിചാരിക്കുന്നു. ഇതുപോലെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാഴ 6 മാസം 4 മാസം കൊണ്ട് കായ്ച്ച് നല്ലൊരു വാഴക്കൊലയായിട്ട് കിട്ടും. ആകെ ക്ഷീണിച്ചു. ശരി, എന്നാൽ വ്യൂവേഴ്സ് കാണൂ, വാച്ച് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.